കൊമേഴ്ഷ്യൽ ആണെങ്കിലും റെസിഡൻഷ്യൽ ആണെങ്കിലും ദുബായിൽ ആർക്ക് വേണമെങ്കിലും ബൈ ചെയ്യാം. അതിപ്പോൾ ഇന്ത്യൻ റെസിഡൻ്റ് ആണെന്നുണ്ടെങ്കിലും ബൈ ചെയ്യാം, NRI ആണെന്നുണ്ടെങ്കിലും ബൈ ചെയ്യാം, കുഴപ്പമില്ല. ഫണ്ട് ലീഗലി ഇന്ത്യയിൽ നിന്നും കൊണ്ടുപോകുന്ന ഫണ്ടായിരിക്കണം. അതല്ലാതെ ഒരു ഫണ്ടിലും ഇപ്പം നമുക്ക് ദുബായിൽ ഇപ്പം എന്താ പറയുക, ഒരു 1 CR ക്യാഷായിട്ട് ആരെങ്കിലും കൊണ്ടുവന്നിട്ട് വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാൽ വാങ്ങാൻ പറ്റില്ല. വാങ്ങിക്കാൻ പറ്റും. വാങ്ങിക്കാൻ പറ്റും. പക്ഷെ നിങ്ങളുടെ ഇൻകം ഡിക്ലെയർ ചെയ്യണ്ടേ? ദുബായിൽ ഞങ്ങളെ സംബന്ധിച്ച്, ഞങ്ങൾ പ്രോപ്പർട്ടി വിൽക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ദർഹം എങ്ങനെയെങ്കിലും കിട്ടിയാൽ മതി. കിട്ടിയാൽ മതി. പക്ഷേ 2024 മുമ്പ് വരെ ഞങ്ങൾ മേടിക്കുന്നു, ഞങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. പക്ഷേ 2024 ശേഷം ദുബായിൽ ആന്റി മണി ലോണ്ടറിങ് ആക്ട് സ്ട്രിക്റ്റ് ആയി. ഇത് പല ഏജന്റുമാർക്കും അറിയില്ല, പല കമ്പനികൾക്കും അറിയില്ല. ഇനി അറിഞ്ഞിട്ടുണ്ടെങ്കിലും അറിയില്ല എന്ന് വയ്ക്കും. സുജിത്ത് കൊണ്ടുവന്ന് എൻ്റെ അടുത്ത് നാളെ 1 ലക്ഷം ദർഹം ദുബായിൽ വന്നിട്ട് 1 ലക്ഷം ദർഹം എൻ്റെ കയ്യിലേക്ക് വന്നിട്ട് വിമല ആ പ്രോപ്പർട്ടി മേടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സുജിത്തിൻ്റെ നിന്ന് പൈസ മേടിക്കും. കാര്യം ഞങ്ങളെ സംബന്ധിച്ച് പൈസ അക്സെപ്റ്റ് ചെയ്യുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ ഈ പൈസ ഞങ്ങളുടെ അക്കൗണ്ട്സിൽ കയറുന്നതിന് മുമ്പ് ദുബായ് സെൻട്രൽ ബാങ്കിന്റെ AML എന്ന് പറഞ്ഞ സൈറ്റ് ഉണ്ട്, ആന്റി മണി ലോണ്ടറിംഗ് എന്ന് പറഞ്ഞ സൈറ്റ് ഉണ്ട്. അവിടെ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യും, സസ്പീഷ്യസ് ട്രാൻസാക്ഷൻ റിപ്പോർട്ട്, STR എന്ന് പറയും. അതായത് സുജിത്ത് എന്ന് പറഞ്ഞ വ്യക്തി, ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡർ, 1 ലക്ഷം ദർഹം ഞങ്ങൾക്ക് കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്, ഇത് ഇന്ന പ്രോപ്പർട്ടി മേടിക്കാനാണ്, ഇതൊരു സസ്പീഷ്യസ് ട്രാൻസാക്ഷൻ ആയിട്ട് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട് എന്ന് ഞങ്ങൾ ഈ STR റിപ്പോർട്ട് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും ഈ പ്രോപ്പർട്ടി ഞങ്ങൾക്ക് പണിയാണ്.